തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ് കായിക്കരയിൽ ഇന്നലെ കാറിടിച്ച് പരിക്കേറ്റ 16-കാരൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മാമ്പള്ളി സ്വദേശി ഷിബിൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പെരുമാതുറ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച ശേഷം സ്കൂട്ടർ യാത്രക്കാരായി 2 പേരെ ഇടിച്ചിട്ട് പാഞ്ഞ കാർ ട്രാൻസ്ഫോമറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 5 പേരിൽ 2 പേർ അപകടത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു. കസ്റ്റഡിയിലെടുത്ത 3 പേർ ആശുപത്രിയിലേക്ക് പോകും വഴി ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. ഗോപാൽ ശിലാസനൽ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. ഇതെന്ത് പരാക്രമമാണ് ഈ കാറിലുണ്ടായിരുന്നവർ കാണിച്ചത്? അവർ മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നു. ആദ്യം ഇടിക്കുക, ഇടിച്ചിട്ട് അവിടെ നിർത്താതെ പോവുക, വീണ്ടും ഇടിക്കുക. ആ 16 വയസ്സുകാരൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്ന് കേൾക്കുന്നു. എന്താ സംഭവിച്ചത്? ആരാണിവർ? അതെ ഡോക്ടർ, ഒരു മര്യാദയുമില്ലാത്ത അക്രമമായിരുന്നു ഇന്നലെ ഒരു കാറുമായി ആ 5 പേർ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ കാണിച്ചത് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഞാൻ ആ 5 തെങ്ങ് കായിക്കരയ്ക്ക് മൂലയിൽ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തെ അപകടം നടന്ന ആ പ്രദേശത്താണ് ഉള്ളത്. ഈ കിടക്കുന്നത് ഒരു ട്രാൻസ്ഫോർമർ ആണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടി വരും. ഒരു കാറ് ഇവിടെ നിന്ന് വളവ് വളഞ്ഞു വന്ന് ആ വളവ് നേരെ ഈ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇവിടെ ഇരുന്ന ട്രാൻസ്ഫോമറിനെ ഇടിച്ചത് അപ്പുറത്തേക്ക് നീക്കി നിരക്കി അത്ര ആ ശക്തിയിലേക്കുള്ളൊരു അപകടം നടന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും അതിൻ്റെ ഭീകരത കൂടുതൽ വ്യക്തമാകുന്നത് ഇവിടെ ഒരു സ്കൂട്ടർ കിടപ്പുണ്ട്. ആ സ്കൂട്ടർ പൂർണ്ണമായും ഇടിച്ച് തകർത്ത് നശിപ്പിച്ച നിലയിലാണ്. ഈ സ്കൂട്ടർ ഇവിടെ ഈ മതിലിന് സമീപത്തായിട്ടായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. ആ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ ചാരി നിൽക്കുകയായിരുന്നു മാമ്പള്ളി സ്വദേശിയായ 16-കാരനായ ഷിബിൻ. ആ ഷിബിനെയും സ്കൂട്ടറിനെയും കൂടി ഇടിച്ച് ഈ മതിലും പൊളിച്ചാണ് അപ്പുറത്തേക്ക് കളഞ്ഞത്. നാട്ടുകാർ ഇവിടെ ഓടിക്കൂടിയവർ ഈ കുഞ്ഞിനെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് മാറ്റിക്കിടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ കാറിലുണ്ടായിരുന്ന 2 പേർ, 5 പേരിൽ 2 പേർ ഇറങ്ങി ഓടി എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബാക്കി 3 പേർ, ആ 3 പേരിൽ ഡ്രൈവർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് അത്ര പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഡ്രൈവറുടെ കഴുത്തിലടക്കം കുത്തിപ്പിടിച്ച് ഡ്രൈവറെ അടക്കം മർദ്ദിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയുണ്ടായി. പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള. ഈ വീടിന്റെ, അതായത് ഈ അപകടം നടന്നതിന്റെ നേരെ എതിർവശത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലുണ്ടായിരുന്നവരാണ് ഇതാദ്യം കണ്ടത്. ചേച്ചി, ശരിക്കും എന്താ സംഭവിച്ചത്? ശരിക്കും നമ്മളൊരു വലിയൊരു സൗണ്ട് കേട്ട് നല്ലൊരു സ്പാർക്ക് വന്നത്. ഇടിച്ചിങ്ങനെ കയറുകയായിരുന്നു. ഇടിച്ച് കയറിയിട്ട് വലിയൊരു സ്പാർക്ക് വന്ന് അപ്പോൾ സൗണ്ട് കേട്ട് നമ്മൾ എല്ലാവരും കൂടി ചാടി ഇറങ്ങിയപ്പോഴത് കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇടയിലോട്ട് ഇതിങ്ങനെ ഇടിച്ച് കയറി നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമേ പെട്ടെന്ന് നമ്മൾ പോലീസിനെ വിളിച്ച് ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങ് ഇടിച്ച് കയറി, ട്രാൻസ്ഫോമറിൻ്റെ ഇടയിലോട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോലീസിൽ വിളിച്ച്, പിന്നെ ആംബുലൻസ് 108 വിളിച്ച്, KCB വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. റിസീവർ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു, അവരെടുക്കുന്നേ ഇല്ലായിരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ അവിടെ വിളിച്ച് അവർ ഫോൺ കറണ്ട് അപ്പം തന്നെ പോയ ഉടനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കറണ്ട് വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പേടിച്ച് അകത്ത് ഒരു ഞരക്കമൊന്നുമില്ലായിരുന്നു, ആളിൻ്റെ ഒരു ഇതുമില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചു ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, ഒരു 15 വയസ്സുള്ള ആ പയ്യൻ അവിടെ ആ സ്കൂട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ പയ്യനാണ് ഇതേ സംഭവം എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ കട, അതാണ് എൻ്റെ കട. അവിടെ ഞാനിങ്ങനെ എന്നിട്ടില്ല, കാളവണ്ടിയൊക്കെ കിടന്ന് പഴകൂടെ അതെടുത്ത് വെളിയിൽ പെട്ടിക്ക് കൊണ്ടിടാനായിട്ട് ഇങ്ങനെ തിരുമ്പ് ഇവൻ്റെ വരക്കം കണ്ടിച്ച് ഞാൻ ഓടി അകത്ത് കയറി. ആ വരുന്ന വരവനാണ് ഈ കൊണ്ടുവച്ചുള്ള ഇടിച്ച് അപ്പോഴത്തേക്ക് തന്നെ ഞാൻ കട കൂട്ടി ഓടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്ന് ഇപ്പോൾ വണ്ടി ഇനി മലന്നുപോയി. വണ്ടിക്കകത്ത ആള് നമ്മളിപ്പോൾ ആ അപ്രാളത്തിൽ വണ്ടി കാരണം പറഞ്ഞു ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് പറക്കോട്ടെ. അതിനിടയ്ക്ക് ഓരോ പോലീസ് സ്റ്റേഷനിലോ ഫയർ സർവീസിലോ മറ്റേ എലക്ട്രിസിറ്റിയിൽ ഒക്കെ വിളിച്ചിട്ടൊന്നും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴത്തെ ഇവിടെ വന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. വന്ന് രക്ഷാപ്രവർത്തനം ഇവിടെ ഒരുപാട് പേര് നടത്തി. നമ്മൾ മാത്രമല്ല, പ്രദേശത്തുള്ളവർ. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുള്ളന്മാരിരുന്ന എല്ലാ ഫോണുകളും വർക്ക് ചെയ്യണം. എല്ലാവരും മാറി തിരിഞ്ഞ് വിളിക്കുകയാണ് ഓരോരുത്തർ. അത് പയ്യൻ എന്താ ശരിക്കും പറ്റി? അവൻ അവിടെ നിൽക്കുമായിരുന്നു സൈഡിൽ. പയ്യൻ അവിടെ നിൽക്കുകയായിരുന്നു. ആ പയ്യൻ ആ സ്കൂട്ടിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവര് പിന്നീട് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വലിയ അക്രമമൊക്കെ നടത്തിയെന്നൊക്കെ. ആംബുലൻസ് ഡ്രൈവറുടെ കഴുത്തിനൊക്കെ പിടിച്ചു വന്ന് തിരിച്ചു വന്നപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് തിരിച്ചു വന്നപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ഇവിടെ നിർത്തി പറഞ്ഞ് ആ പയ്യൻ സംഭവങ്ങൾ കഴിഞ്ഞ് ഇവിടുന്ന് ആൾക്കാർ പോയതിനു ശേഷം പിന്നെ കുറേ പുള്ളന്മാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് ആ വണ്ടിക്കകത്ത് നിന്നൊക്കെ എന്തൊക്കെയോ എടുക്കുക, പൊതികൾ എടുക്കുക ഒക്കെ നല്ലൊരു ആൾക്കൂട്ടായിരുന്നു. നല്ല പുള്ളന്മാർ വന്ന് അവർക്ക് ഒപ്പാളാതായിരുന്നു. അപ്പോൾ അതെന്തോ അതിനകത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളൊക്കെ അവിടെ ഇവിടെ ഒന്ന് വിളിച്ചൊന്ന് നോക്കി. വലിയ അമിത വേഗതയിലായിരുന്നു. അമിത വേഗം കാർ എത്ര ഇടിച്ച് തകർക്കണമെങ്കിൽ എന്ത് വേഗതയിലായിരിക്കും അവർ വന്നത്. അതുപോലെ ഇതുപോലെ ഒരു ട്രാൻസ്ഫോമർ പല അപകടങ്ങളും ഇവിടെ ഉണ്ടാവാറ്. ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നടപടി കൂടി KCB സ്വീകരിക്കണം. ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ റൂട്ടെന്ന് പറഞ്ഞാൽ എറണാകുളം തൊട്ട് ഷോർട്ട് കട്ട് വഴി പോകുന്ന നല്ല തിരക്കുള്ള റോഡാണ്. അപ്പം ചില വരുന്ന വണ്ടിക്കാർക്ക് ഈ റൂട്ടുകൾ അറിയത്തില്ല.
എവിടെയൊക്കെ വളവുണ്ട്, എവിടെയൊക്കെ ബമ്പുണ്ട്, ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. പല വേണേ ഇവിടെ പല അപകടം. എൻ്റെ കട വരെ ഇടിച്ച് തകർത്ത് മദ്യലഹരിയിലായിരുന്നോ ഇവര് മദ്യലഹരിയിലായിരുന്നു. ഇവർ അന്നേരം കിടന്ന് ചീത്തവിളിയും ബഹളമൊക്കെ ആയിരുന്നു. ഇവര് ഏത് നാട്ടുകാരാണെന്ന് ചോദിക്കൂ ഗോപാൽ. രക്ഷിക്കാനാണ് നമ്മൾ ഇവിടെയുള്ള പിള്ളേരും നമ്മളെല്ലാം നോക്കി. വണ്ടി കൊണ്ട് മലന്നങ്ങ് വിവരങ്ങൾ ഇവരുള്ള വിളഭാഗത്തുള്ളവരാന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ഡ്രൈവർ വിളഭാഗത്തുള്ളതാണെന്ന് പറയുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ രാത്രി ഇന്നലെ ഇവിടെ വന്നിരുന്നു. മില്ലുമുക്കിലുള്ളതാണ്. ബാക്കിയുള്ളവരെ കാര്യങ്ങളൊന്നും അറിയാം. ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഈ വണ്ടി എറണാകുളം രജിസ്ട്രേഷനാണ്. എന്നിട്ട് അതിലൊരാൾ പറയുന്നത് ഇത് ആലങ്കോട് ഉള്ള ഒരാളുടെ വണ്ടിയാണ്. ചിലർ പറയുന്നത് ഫ്രണ്ടേ കാറാണ്. ഇത്തരത്തിൽ ഡോക്ടർ ഇന്നലെ ഇവർ വന്ന വഴി മുഴുവനും പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന വിവരം. അതായത് പെരുമാതുറയിലെ കൈവരി ഈ വാഹനം ഇടിച്ചു തകർത്തു. അവിടെ വഴിയരികിലായിരുന്ന രണ്ടുപേരെ ഈ വണ്ടി വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്ല, വാഹനം ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് മാറ്റി. കാരണം ഈ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്കായിരുന്നു. ഈ പോസ്റ്റൊക്കെ റോഡിന് കുറുകെ കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെയും ശുചിത്വ മിഷന്റെ വേസ്റ്റ് ബാസ്ക്കറ്റും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ റോഡിന് കുറുകെ കിടക്കുകയായിരുന്നു. ഫയർഫോഴ്സും ക്രെയിനും അടക്കം എത്തിച്ച് ഇത് റോഡിലേക്ക് ഒതുക്കിയിട്ടു. ശേഷം രാത്രിയോടുകൂടി തന്നെ പോലീസുകാർ ഈ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അപകടം നടന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ തന്നെ ഒരു സംഘം ആൾക്കാർ വന്ന് ഈ വാഹനം പരിശോധിക്കുകയും വാഹനത്തിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യുന്നതായി കണ്ടത്. അവരുടെ സംശയം ഊഹാപോഹവും ഒക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും അങ്ങേയറ്റം ഭീകരമായ ഒരു അപകടം. അതിൽ ആ ചെറുപ്പക്കാരൻ 16-കാരനായ ഷിബിന്റെ അവസ്ഥ അല്പം ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറിന്റെ തുടയലിനും കാലിനും പൊട്ടലുണ്ട്, തോളലിന് പൊട്ടലുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലും സാരപ്പെട്ട പരിക്കുണ്ട്. ആ സ്കൂട്ടറിൽ ചാരി നിന്ന ആ കുട്ടിക്ക് ഏറ്റ ഇടി അത് അത്യാവശ്യം ഗുരുതരമായിരിക്കുമെന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ സ്കൂട്ടറിന്റെ അവസ്ഥ എന്തൊരു പരാക്രമമായിരുന്നു അത്. താങ്ക് യു ഗോപാൽ കാര്യങ്ങൾ വിശദീകരിച്ചതിന്. കായിക്കരയിൽ വെച്ചാണ് ഈ അപകടം. ഈ കായിക്കര റോഡ് നിങ്ങൾ പോയിട്ടുണ്ടോ? അപ്പോൾ ആ റോഡ് പോകുന്ന സമയത്ത് കുറച്ച് വീതി കുറവാണ്, പക്ഷെ നല്ല റോഡാണ്. ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർ. നല്ല സ്ഥലമാണ്, തിരക്കില്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യാം. പക്ഷേ ഇതേപോലെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ വാരി കയറ്റി കുടിച്ച് അടിച്ച് അല്ലേ ഇങ്ങനെ അമിത വേഗതയിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ 16 വയസ്സുള്ള അവൻ ഇനി എന്തെല്ലാം ശസ്ത്രക്രിയകൾ കഴിഞ്ഞാലാണ് ഒന്ന് രക്ഷപ്പെട്ട് വരിക എന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടുത്തെ നാട്ടുകാർ നല്ലവരായതുകൊണ്ടാണ് ഇവരുടെ ദേഹത്ത് കൈവയ്ക്കാഞ്ഞത്. പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിച്ചു കൊടുത്തു. ആംബുലൻസ് ഡ്രൈവറെ കൊങ്ങി കയറി പിടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരൊക്കെ എന്തോന്നിൻ്റെ കേടാണെന്നൊരു പിടിയും കിട്ടുന്നില്ലെന്ന്. എന്തെങ്കിലും അടിച്ച വയറ്റിൽ കിടക്കണം. ഇങ്ങനെ നാട്ടുകാരുടെ ബെണ്ടൊക്കെ വല്ല കാര്യമുണ്ടു. പാവപ്പെട്ട ആംബുലൻസ് ഡ്രൈവർ ഇവരെ കൊണ്ട് ആശുപത്രിയിൽ പോയതാണ്. അതിനിടയിൽ കാറിൽ നിന്ന് ചില പൊതികളൊക്കെ ചിലർ എടുത്തുകൊണ്ട് പോയി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അഞ്ചുതെങ്ങ് പോലീസിനോട്. അതും കൂടി ഒന്ന് അന്വേഷിച്ചേക്കണം. എന്താണ് ഇവന്മാർ എടുത്തുകൊണ്ട് പോയതെന്ന് അറിയാമല്ലോ. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ലഹരിയോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ തൂഫാനിൽ അടുത്ത ടീമിനെ കിട്ടും.